ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നെമ്മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഞാനൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് എനിക്ക് എക്സാം തുടങ്ങേണ്ടതായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ നെമ്മീൻ ഇരിപ്പില്ല, അത് വെച്ചിട്ടൊരു പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്ക് പൊള്ളിച്ചത് ഉണ്ടാക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓളം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നെയ്മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ 3 നെയ്മീൻ പീസ് ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ആണെങ്കിൽ ഒരു 50 ഗ്രാം കൊച്ചുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ പോവാം. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്മീൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാതെ, അതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി അതുപോലെ തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടുണ്ട്. ആ സൈഡും കൊണ്ടൊന്ന് വെന്തോട്ടെ. അതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ. ഒരു 3 കഷ്ണം തോടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പച്ചക്കുത്ത് മാറുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, ഇൻഗ്രീഡിയൻസ് കാണിച്ച സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലോണം ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. നമ്മുടെ ഗ്രേവി നല്ലോണം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവി ഇച്ചിരി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി നമ്മുടെ ഫിഷ് വെച്ച് കൊടുക്കാം. ഫിഷ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പൊള്ളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ലോണം പൊള്ളിച്ചെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ഇതാരാന്ന് മനസ്സിലായോ? ഇത് അജ്മാമൻ്റെ മോൻ ആദിത്യനാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റും കൂടിയാണ്. നമ്മൾ ഉണ്ടാക്കിയ നെയ്മീൻ പൊള്ളിച്ചത് ടേസ്റ്റ് ചെയ്യുന്ന ആദിയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് ആദിക്ക് കൊടുക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിക്ക് ഞാൻ കുറച്ച് എടുത്ത് തരാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കി? കൊള്ളാം, സൂപ്പറാ. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്മീൻ പൊള്ളിച്ചതാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ബൈ, സീ യു, താങ്ക് യു.